ജിൻഡോക്കെതിരെ ഋഷിയും തിരിഞ്ഞിരിക്കുന്നു. പവർ റൂമിന് വേണ്ടിയിട്ടുള്ള ടാസ്ക് ആണ്. പവർ റൂമും അതുപോലെ തന്നെ അവിടെ ജിൻഡോയുടെ റൂമും തമ്മിലാണ് മത്സരം വരുന്നത്. ആ മത്സരത്തിനിടയ്ക്ക് നമ്മൾ കണ്ടിരുന്നു പ്രമോയില് അവിടെ ജിൻഡോയും ഗബ്രിയും തമ്മിൽ വല്ലാത്തൊരു പോരാണ് അവിടെ നടന്നിരുന്നത്. കെട്ടിമറഞ്ഞുകൊണ്ട് ഗബ്രിയുടെ മേത്തേക്ക് വീഴുന്ന ജിൻഡോയെയും കണ്ടു, ജിൻഡോയെ മുറുക്കി പിടിച്ചിരിക്കുന്ന ഗബ്രിയെയും കണ്ടു. ആരുടെ ഭാഗത്താണ് തെറ്റ് സംഭവിച്ചിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല പ്രമോയിൽ. പക്ഷെ എന്തായാലും ഗബ്രിയേക്കാൾ ശക്തിമാനാണ് ജിൻഡോ എന്നുള്ളത് കൊണ്ട് ഗബ്രിക്ക് നല്ല പണിയാവും കിട്ടുക എന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തോന്നുന്ന കാര്യമാണ്. പക്ഷേ ജിൻഡോയുമായി ഇത്രയും കൂട്ടുള്ള ഋഷി പക്ഷേ ജിൻഡോക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ജിൻഡോ ചെയ്തത് വളരെ മോശം പ്രവൃത്തിയാണ്. ജയിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ കഴുത്തിലാണോ ഞെക്കി പിടിക്കുന്നത്, കൊല്ലാനാണോ നോക്കേണ്ടത്, ഗെയിം ജയിക്കാൻ വേണ്ടി ഒരാളെ കഴുത്ത് ഞെക്കി കൊല്ലണോ എന്നൊക്കെയുള്ള രീതിയിലാണ് ഋഷി അവിടെ സംസാരിക്കുന്നത്. എന്തായാലും ജിൻഡോയായിട്ട് അത്രയും കൂട്ടാണ്. ജിൻഡോ എന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ഋഷി. പക്ഷേ ഇവിടെ ഋഷി മൊത്തത്തിൽ തിരിഞ്ഞുകൊണ്ട് അവിടെ ഗബ്രിക്ക് വേണ്ടി സംസാരിക്കുന്ന ഋഷിയെയാണ് നമുക്ക് പ്രമോയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ജിൻഡോയുടെ ഭാഗത്തു നിന്ന് എന്താണ് ഇത്രയും വലിയൊരു തെറ്റുണ്ടായതെന്ന് നമുക്ക് കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അവിടെ ബിഗ് ബോസ് പോലും ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. രണ്ടുപേരെയും 2 റൂമിലേക്ക് ഇടുക എന്നാണ് ബിഗ് ബോസ് പോലും അവിടെ വിളിച്ചു പറയുന്നത്. അപ്പോൾ അത്രയും സങ്കീർണമായൊരു പ്രശ്നമാണ് ഗബ്രിക്കും ജിൻഡോയ്ക്കും ഇടയിൽ ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു.